ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വിറ്റോക്സ് മീഡിയ. അതായത് ഒരു വ്യക്തി കുറേ സമയമെടുത്ത് ഒരുപാട് എഫർട്ട് എടുത്ത് ഒരു ക്രിയേറ്റിവിറ്റി നമ്മുടെ മുമ്പിലോട്ട് അവതരിപ്പിക്കുമ്പോൾ അതിന് കണ്ടിട്ട് കുറ്റം പറയാനും അത് കണ്ടിട്ട് നമ്മുടെ അഭിപ്രായം പറയാനും, അതായത് റിവ്യൂ പറയാനായിട്ട് ആണ് ഞാൻ വീണ്ടും വന്നിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, നമ്മുടെ കാന്താര സിനിമ ഇന്ന് റിലീസായിട്ടുണ്ട്. കാന്താര സിനിമയുടെ പ്രീക്വലായിട്ട് വരുന്ന കാന്താര ചാപ്റ്റർ 1 എന്ന് പറയുന്ന സിനിമ ഇന്ന് റിലീസായിട്ടുണ്ട്. അതിൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണല്ലോ കാന്താര. ആ സിനിമ കുറച്ചും കൂടെ മോഡിഫൈ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ, അതായത് ആ സിനിമയുടെ ത്രെഡ് ഉണ്ടല്ലോ, ആ ത്രെഡിനെ ഒരു പഴയ കാലത്തിൽ എങ്ങനെ അവതരിപ്പിക്കാമോ അത് തന്നെയാണ് കാന്താര ചാപ്റ്റർ 1 എന്ന് പറയുന്നത്. സ്പോയിലർ ആയി പോയോ എന്ന് എനിക്കറിയത്തില്ല. കഥയിൽ വേറെ മാറ്റങ്ങളൊന്നും എനിക്ക് തോന്നിയില്ല. പിന്നെ വരുന്ന പോസിറ്റീവ് വശങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിക്ചറൈസേഷൻ അടിപൊളിയായിരുന്നു. ചില ഫ്രെയിമുകളൊക്കെ നമ്മൾ ബാലരമ അതുപോലെ അമർ ചിത്ര കഥകളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ പണ്ട് കണ്ടിട്ടുള്ളത്, പിന്നെ ഭക്തി സീരിയലുകളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, അതിലെ ഫ്രെയിമുകളൊക്കെ നമുക്ക് ഓർമ്മിപ്പിക്കത്ത രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ കാർഡുകളിലുള്ള രംഗങ്ങളിലൊക്കെ VFX വർക്കുകൾ അതൊക്കെ നല്ല സൂപ്പറായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത് വേറെ കുറ്റങ്ങളൊന്നും പറയാനില്ല. പക്ഷേ ഇത് നമ്മൾ ഒരുപാട് കണ്ട് മടുത്തത് കൊണ്ട് നമുക്ക് ചെറിയ രീതിയിൽ ഒരു മടുപ്പ് അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് എനിക്ക് ആദ്യം കണ്ടപ്പോൾ തോന്നിയത്. പിന്നെ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ഋഷഭ് ഷെട്ടിയുടെ ഐറ്റംസ് ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. നമ്മൾ എന്തായിരിക്കും കാന്താര 1 ഇത്രയും വിജയിക്കാൻ കാരണം അദ്ദേഹത്തിന്റെ പെർഫോമൻസ് തന്നെയാണ്. അത് തന്നെയാണ് പഞ്ചുരുളി വരുമ്പോൾ കൂടെ ഗുളികനും ഉണ്ടാകും, അത് നിങ്ങൾക്കുടനെ ദൃശ്യമാകും എന്നൊക്കെ പറയുന്ന സംഭവങ്ങളുണ്ടല്ലോ, അതൊക്കെ ഇതിനകത്തുകൊണ്ട് കുറച്ചും കൂടെ വലിയൊരു ക്യാൻവാസിൽ അത് ചിത്രീകരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ നേരത്തെ ഉള്ള ആ ഒരു സാധനത്തിന്റെ ഇമ്പാക്റ്റ് ഇതിൽ എനിക്ക് തോന്നിയില്ല. കുറേ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്, കുറേ കളറും അതും ഇതൊക്കെ കാണിക്കുന്നുണ്ട്, വിളിയൊക്കെ ഉണ്ട്, പക്ഷെ കൊള്ളാം. പക്ഷേ അത് നമുക്ക് ആ ഒരു രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് എനിക്ക് തോന്നിയില്ല. പക്ഷെ നിങ്ങൾക്ക് ചിലപ്പം കാണുമ്പോൾ തോന്നുമായിരിക്കാം, അത് എൻ്റെ കാര്യമല്ല. എനിക്ക് തോന്നിയില്ല എന്നുള്ള അഭിപ്രായമാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ രണ്ടാമതെന്ന് പറയുന്നത് മ്യൂസിക് വളരെ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ ഒരു ഇമ്പാക്റ്റ് മ്യൂസിക്കിന് തരാൻ പറ്റിയില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഫസ്റ്റ് പാർട്ടിലെ ആ മ്യൂസിക് ഉണ്ടല്ലോ, പരാഹരൂപം എന്ന് പറയുന്ന ആ മ്യൂസിക് തിയേറ്ററിൽ വരുമ്പോഴുള്ള ആ ഒരു രോമാഞ്ചവും മറ്റേ ആ ഒരു സംഭവം, നമ്മൾ തിയേറ്ററിലോട്ട് നമ്മളെങ്ങനെ പിടിച്ചിരുന്ന സിനിമയിലോട്ട് നമ്മളെ കൊണ്ടുപോകുന്ന ആ ഒരു മാന്ത്രികതയുള്ളൊരു മ്യൂസിക് രണ്ടാം ഭാഗത്തിലില്ല. അതിപ്പം നമ്മുടെ ഒരു സാധനം കണ്ട് വീണ്ടും അതേ സാധനം തന്നെ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വിരക്തി ഉണ്ടല്ലോ, അത് തന്നെ ആയിരിക്കാം ഇത് എന്നുള്ളതാണ് എനിക്ക് അനുമാനിക്കാൻ പറ്റുന്നത്. കാന്താര എന്ന് പറയുന്ന സിനിമയുടെ പ്രീക്വലായിട്ട് വന്ന കാന്താര ചാപ്റ്റർ 1 എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പടം അവസാനിക്കുമ്പോൾ ഒരു സർപ്രൈസ് വെച്ചിട്ടുണ്ട്. അതായത് വേറെ ഒന്നുമില്ല, ഇതിൻ്റെ 3ാം ഭാഗവും കൂടെ വരുന്നുണ്ട് എന്നുള്ളതാണ്. അതവരെന്താണ് അവതരിപ്പിക്കുന്നത് എന്നുള്ളത് എനിക്കറിയത്തില്ല. അതായത് ഈ സിനിമ പറയുന്ന കുറേ രാഷ്ട്രീയങ്ങളുണ്ട്. അതായത് നമ്മുടെ പണ്ട് കാലത്ത് ആൾക്കാർ വെച്ച് ആരാധിച്ചിരിക്കുന്ന അവരുടെ ദൈവവും അവരുടെ സ്വത്തും എല്ലാം ഒരു ജനവിഭാഗം അപഹരിച്ചാണ് ഇതെല്ലാം നേടിയത് എന്നുള്ള അതിനെതിരെയുള്ള ചെറുത്തുനിൽപ്പാണ് ഈ സിനിമ പറയുന്നത്. ആ ഒരു ത്രെഡ് വെച്ചിട്ടാണ് ആദ്യത്തെ കഥ വന്നത്. രണ്ടാമത്തെ ഈ കഥ അത് തന്നെയാണ്. 3ാമത്തെ സിനിമ അത് തന്നെ ആയിരിക്കും. അതോ ഇനി എന്തായിരിക്കും എന്ന് അറിയില്ല. പക്ഷെ അതേ പ്ലോട്ട് തന്നെ പിടിച്ചാൽ നമുക്കൊരു വിരക്തി അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം മറ്റൊരു വീഡിയോയുമായി, മറ്റൊരു സിനിമയുടെ അല്ലെങ്കിൽ മറ്റൊരു ക്രിയേറ്റിവിറ്റിയുടെ കുറ്റം പറച്ചിലുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്, താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്, ഇല്ലെങ്കിൽ കളഞ്ഞുതരാം. കമൻറ്റ് ഇടണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യുക, ഇല്ലെങ്കിൽ വേണ്ട. ഓക്കെ, അപ്പോൾ എനിക്ക് കഞ്ഞി കുടിക്കാനുള്ള സമയമായി. ഓക്കെ ബൈ. അടുത്ത വേറെ ഏതെങ്കിലും സിനിമയുടെ പരദോഷമോ കുറ്റം പറയുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.